നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗാണ് കേട്ടോ. ഇന്നെന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ 2-3 അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാനും മോളൂസ്, കണ്ണന്, അനിയാട്ടിന്, ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം നമുക്ക് മൊത്തം 3 അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുടുംബ അമ്പലമാണ് കേട്ടോ. ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനം വരുവാണ്. അപ്പം അതിൻ്റേതായ കാര്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ ഫസ്റ്റ് വന്നിട്ടോ, ഇവിടെ വന്നിട്ട് മോളൂസിന് പെന്ന് പൂജിക്കാനുണ്ടായിരുന്നു എക്സാമിൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് മെയിനായിട്ട് വന്നത്. അപ്പം എനിക്ക് 8-ാം മാസം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, നമ്മുടെ കുടുംബമ്പലമാണ്, അപ്പോൾ ഇവിടെയുള്ള എല്ലാവരെയും നമുക്കറിയാം. പിന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾ ഈ അമ്പലത്തിലാണ് വരാറുള്ളതും ബുക്ക് പൂജിക്കാനൊക്കെ വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം പൂജയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഈ പണ്ടത്തെ ഓർമ്മകൾ അഴവിറക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. നമ്മുടെ ആ അമ്പലം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചാലിയാർ പുഴയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയതാണ്. ഇത് സത്യം പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന കടവായിരുന്നു കേട്ടോ. നല്ല മേലെ തൊട്ട് താഴെ വരെ സ്റ്റെപ്പും കാര്യങ്ങളും, പിന്നെ അത്യാവശ്യം നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന നല്ലൊരു വലിയൊരു കടവായിരുന്നു. പിന്നെ ഏതോ ഒരു സമയത്ത് വെള്ളപ്പൊക്കം വന്നതിന് ശേഷം കടവൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അതിന് ശേഷം ഇപ്പം അങ്ങനെ ആരും പുഴയിൽ കുളിക്കാൻ പോവുകയോ ഒന്നുമില്ല കേട്ടോ. അവിടെ എവിടെ ഇപ്പോൾ ഒരു കടവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ആരും ഇറങ്ങാറില്ല കേട്ടോ. ഞങ്ങൾ പണ്ടൊക്കെ ഫുൾ ടൈം ഈ വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് 2-3 മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വണ്ടിയിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ വന്നു. പിന്നെ പൂജ തുടങ്ങിയപ്പോൾ ഇവർ 3 പേരും അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയിട്ടോ. ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തതാണ്. അപ്പം നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രസാദം കിട്ടിയിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് കുറച്ച് കഴിക്കുകയും ചെയ്തു. പിന്നെ അതേപോലെ ഞങ്ങൾ വീട്ടിലേക്കും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടോ. അവിടെ എന്ന് പറയുന്നതും ഒരു നൊസ്റ്റാൾജി തന്നെയാണ്. കാരണം ആ ചെറുപ്പ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ മിക്കപ്പോഴും പോവാറുള്ളത്. പണ്ട് എന്ന് പറയുന്നത് ഞാനൊരു ശ്വാസം മുട്ടൽ പേഷ്യൻ്റ് പോലെയായിരുന്നു. 24 മണിക്കൂർ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരികയാണ്. കാരണം തിരക്കൊന്നും ഇപ്പം തീരെയില്ല. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ 8 മണിയാകുമ്പോഴേ ക്യൂ ഉണ്ടാവുമായിരുന്നു റോഡുമേൽ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പാടേരി ഇല്ലത്തേക്കാണ് കേട്ടോ. ഇവിടെ എന്തിനാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും മോളൂസിനും കണ്ണനും ചരട് കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ അനിയാട്ടിന് ലീവാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം അമ്പല ദിവസമാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്തേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇല്ലാണെങ്കിലും അവർ സ്റ്റേ ചെയ്യുന്ന ആ ഒരു വീടാണെങ്കിലും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ചരട് കെട്ടും വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ചരടൊക്കെ കെട്ടി അവിടെ നിന്ന് തന്നെ ഞങ്ങൾ കെട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാളും പേരും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചരട് പൂജിച്ചു തരും. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ 3 പേരും കെട്ടിയിട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചരട് കെട്ടി നടക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ 8-ാം മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചരട് കെട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചരടൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നത് ചാത്തമംഗലത്ത് ഉണ്ടായിരുന്ന ഒരു അമ്പലത്തിലാണ് കേട്ടോ. അപ്പം അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കിളിക്കൂട്. അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ മുന്നിലായിട്ടുള്ളൊരു കുഞ്ഞു മരത്തിലാണ് കേട്ടോ ആ കിളിക്കൂട് കണ്ടിട്ടുണ്ടായിരുന്നത്. കണ്ണനാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം ഇതാണ് നമ്മൾ ലാസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്ന അമ്പലം കേട്ടോ. ഇവിടെയും ഞാൻ പുറത്തു നിന്നു, അവരമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ വന്നു. ആ സമയം കൊണ്ട് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളി ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പം അവിടേക്ക് പോയതാണ്. നല്ല രസമുണ്ട്. കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നേ ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നപ്പം മഴക്കാലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഗേറ്റൊക്കെ അടച്ചിട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ ഫുള്ള് മൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പായലും പൂപ്പലും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ സേഫ്റ്റി ഇല്ലായിരുന്നു. അപ്പം തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ അവിടെയൊക്കെ നടന്നതാണ്. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, എന്തെങ്കിലും പറ്റിപ്പോയാലോന്ന് പേടിച്ചിട്ട്. പിന്നെ അവർ അമ്പലത്തിലെ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരും വന്നു കേട്ടോ. അങ്ങനെ അവരും കുറച്ച് നേരം അവിടെയൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.